പ്രൈസ്. എൻ്റെ പേര് വിജയൻ എന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. ഞാനിവിടെ വന്ന നിമിഷം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് വ്യക്തിപരമായി പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടണേ എന്നാണ്. ഞാൻ അതിനുവേണ്ടി കൂടെയാണ് കൂടുതലും താല്പര്യത്തോടെ ദൈവത്തോട് കഴിഞ്ഞ് വന്നത്. ഇവിടെ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, ഏലിയായുടെ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയോട് അതിന് കുറച്ചുകൂടി മനസ്സിലാക്കി തന്ന യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, എഫെസസ് ലേഖനത്തിൽ 6 അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. ആത്മാവിന് വേണ്ടി അങ്ങനെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, അങ്ങനത്തെ ആ ബോധ്യം കുറച്ച് ആഴപ്പെട്ട് അത് ഹൃദയത്തെ ഒന്ന് കുലുക്കി. കാരണം ഞാൻ പലപ്പോഴും ചെറിയ ചെറിയ ശുശ്രൂഷകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അബ്രഹാത്തിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയില്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. പക്ഷെ ബോധ്യങ്ങൾ ദൈവം ജ്ഞാനികളിലും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനെ ഓർത്ത് യേശു പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കാണുന്നത് ബ്രദർ എഞ്ചിനീയർ ആണെങ്കിലും പക്ഷേ ശിശുവിൻ്റെ മനസ്സുള്ളതുകൊണ്ടാണ് ഇത്രയും അവർണ്ണീയമായ ജ്ഞാനം ദൈവം വെളിപ്പെടുത്തി കൊടുത്ത്, തൻ്റെ ദാസന് വെളിപ്പെടുത്തി കൊടുത്ത് അതിൻ്റെ അന്തസ്സത്തോടെ പറയേണ്ട വചനങ്ങൾ. കാരണം ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ ശക്തി വളരെ സ്നേഹത്തോടെ ആരെയും കുറ്റപ്പെടുത്താതെ വിഷമിപ്പിക്കാതെ അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ആ ചൊല്ലുകഴിച്ച് മനസ്സിലാക്കി ഓരോരുത്തരെയും ഹൃദയങ്ങളെ സ്പർശിക്കത്തരുമല്ലോ. നമ്മുടെ മനസ്സും ചിന്തകളും പ്രകാശിക്കത്തരുത്. ഒരു പ്രകാശം പരന്നു പോകത്തക്ക രീതിയിലാണ് നമ്മൾ തന്നെ പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എമ്മാവസിലെ ശിഷ്യന്മാരുടെ ഹൃദയം ജ്വലിച്ചതുപോലെ ബ്രദറിലൂടെ കിട്ടുന്ന ബോധ്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കും. കാരണം ഇതിനോർത്ത് നന്ദി പറയണം. ഇപ്പോൾ ഇവിടെ സഹോദരങ്ങൾ പറഞ്ഞായിരുന്നു ബ്രദർ ഇവിടെ ധ്യാനം നടത്തുന്നത് നല്ലത്. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ആത്മാവ് വന്നില്ല. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരിയേറെ തെറ്റായ പ്രബോധനങ്ങൾ കൊടുക്കുന്നവരുണ്ട്. വേണ്ട അടിസ്ഥാനത്തിൽ വചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ വചനത്തിൽ നിന്ന് വായിക്കുന്നതിലൂടെ കേട്ട് അതിൻ്റേതായ രീതിയിൽ വിശദീകരണങ്ങൾ വെളിപ്പെടുത്തലും കൊടുത്ത് അത് ഒത്തിരിയേറെ മക്കൾ വഴിതെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ബ്രദറിന് ഈ സഹോദരങ്ങളോട് സംസാരിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. കാരണം ഇത് യഥാർത്ഥ വചനത്തിൻ്റെ സത്യങ്ങൾ എല്ലാ ശുശ്രൂഷകരിലേക്കും എത്തിക്കണം. അങ്ങനെ ശുശ്രൂഷകർ യഥാർത്ഥ ദൈവത്തിൻ്റെ സത്യങ്ങൾ പഠിപ്പിക്കണം. അത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നതായിരിക്കണം. സ്വന്തം ബുദ്ധിയിലോ മാനുഷ്യമായി കിട്ടുന്ന വെളിപാടോ ആയിരിക്കരുത്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നതേ ആയിരിക്കാം. ക്രൈസ്തവ ഇങ്ങനത്തെ ഒരു വാക്ക് ഒന്ന് പറയാനും എനിക്ക് പറയാൻ കിട്ടിയ ചാൻസിനെ ദൈവത്തിന് നന്ദി പറയണം. ക്രൈസ്തവ